ഇതൊന്നും അധികം ഇല്ലടിയതേ. ആ നോക്കിയേ, ക്ലീറ്റോച്ചന്റെ ഒരു വീഡിയോ വന്നേക്കണ്. നോക്ക്. നമസ്കാരം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. ഈ സംഭവം കണ്ടോ? ക്ലീറ്റോച്ചേട്ടന് ഒരു പണിയില്ല, ഓരോ ദിവസം ഓരോ ഗുലുമാൽ ഉണ്ടാക്കി വെക്കും. അതെന്തിനൊക്കെ ആവശ്യമില്ലാത്തവർക്കൊക്കെ ഈ പോസ്റ്റ് കെട്ടി തൂക്കണേ. നിയമം ലംഘിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ വല്ല രാഷ്ട്രീയക്കാരെ മന്ത്രിയായ നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അവന്റെ പോസ്റ്റ് വേറെ അറിയാൻ പാടില്ലായിരിക്കും. പിന്നെ കൊച്ചു കൊച്ചല്ലേ, ഒന്നും അറിയാൻ പറ്റത്തില്ല. അതിങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നതല്ലേ. അപ്പൊ ഇവന് ഈ കുറ്റം പറയണവന്റെ ശബ്ദം അല്ലാണ്ട് അവന്റെ മോന്ത കാണാനില്ലല്ലോ. അവന്റെ മുഖം ഞാനാണ് കാണിച്ചത്. പോകുന്ന അതല്ല, അവൻ ആരാന്നറിയാം. കണ്ടോടാ ഇത് ഞാൻ കണ്ടായിരുന്നു. ആൽബി കൊണ്ട് കാണിച്ചു തന്നെ. അവിടെ അല്ല, ലോകത്ത് എല്ലായിടത്തും ഇപ്പൊ കാണാം. ഭയങ്കര പ്രശസ്തനായി. ഇതാ ക്ലീറ്റോ മനഃപൂർവ്വം ചെയ്തതല്ലടാ, എങ്ങനെയോ പറ്റിപ്പോയതാ പാവത്തിന്. ആരോ ചെയ്യിച്ചതാ ക്ലീറ്റോനെ കൊണ്ട്. അവന്റെ പോസ്റ്റർ അവൻ ഒട്ടിച്ചത് അതല്ലേ നയിക്കുന്നത്. പോസ്റ്റർ ഒട്ടിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? പോസ്റ്റർ ഒട്ടിക്കേണ്ടതാണ് ഒട്ടിക്കേണ്ടത്, അല്ല ഇലക്ട്രിക്കൽ പോസ്റ്റിലെല്ലാം കൊണ്ട് ഒട്ടിക്കേണ്ടത്. അതങ്ങനെ ഒട്ടിച്ചൂടടി. എടാ ഇതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക്? അല്ല, നീ KSEB-ലല്ലേ വർക്ക് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് KSEB-ല് ഞാൻ KSEB-ലല്ലേ വർക്ക് ചെയ്യുന്നത്, അല്ല ഫേസ്ബുക്കിലല്ലോ. ഇത് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും ഇതാണ്. ഒരു വാർത്ത വന്നാൽ അപ്പ പ്രചരിക്കുന്നത്. അത് നല്ലതാണെങ്കിലും ദോഷമാണെങ്കിലും ശരി തന്നെ. അല്ലടാ, അപ്പൊ ഈ ഇത് വിട്ടില്ലേ, എങ്ങനെ ഷൂട്ട് ചെയ്ത് വിട്ടില്ലേ, അവൻ ആരാണെന്നോ ഏതാണെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ട്? അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന് ആൾക്കാർ കണ്ടുപിടിച്ചോളൂ അതിന്. അതെ, പക്ഷെ ഇതിപ്പോ അവൻ ചെയ്ത നല്ല കാര്യമല്ലേ? അതെ അല്ലേ. ഇപ്പൊ ഇവനൊരു നല്ല കാര്യമൊന്നും അല്ല. എന്ത് നല്ല നീ എന്താ പറയുന്നത്? ഇത് പ്രത്യേകിച്ചും ഈ സാധാരണക്കാരിൽ ഒരാൾ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു. ഇവൻ അറിയപ്പെടുന്ന ആളല്ലേ, രാഷ്ട്രീയക്കാരനല്ലേ, ഒരു സമൂഹം നന്മ ചെയ്യേണ്ടവനല്ലേ. അവൻ തന്നെ സമൂഹത്തിന് ഇടി ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സർക്കാരിന്റെ നിയമമുണ്ട്. ഇലക്ട്രിക് പോസ്റ്റിലും അങ്ങനെ എല്ലാ പാർട്ടിയും നിരോധിച്ചിരിക്കുകയാണ് ഇപ്പൊ. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോ അവന്റെ പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും അവന് മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ചെയ്താണെങ്കിലോ? ശത്രുക്കൾ അവനെ വിളിച്ച് ക്ലീറ്റസ് നീ ഇതിന്റെ പോസ്റ്റ് ഒട്ടിക്ക്, ഞങ്ങൾ വീഡിയോ എടുക്കട്ടെന്ന് പറഞ്ഞു. ഇത് അവൻ തന്നെ ചെയ്തതാ. ഞാനല്ല സാറേ, സാറിന്റെ അച്ഛനാണ്, സാറിന്റെ അമ്മയാണ്, ഞാനല്ല. ഇത് എന്നോട് പകയുള്ള ആരോ മനഃപൂർവ്വം എന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണിത്. ഹലോ 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 പിന്നാണ് കർത്താവിനാണ് അളിയ, ഞാനല്ല അളിയ ഇത് ചെയ്തത്. നീ തന്നെ ചെയ്തത്. ഈ വീഡിയോ കാണുന്ന നീയല്ലേ? അളിയ അത് ഞാൻ തന്നെ, പക്ഷെ ഇത് ചെയ്തത് ഞാനല്ല. പിന്നെ ഇതൊക്കെ എഡിറ്റിംഗ് ഇപ്പൊ ഭയങ്കര പരിപാടികളല്ലേ, ഇതിനകത്തൊക്കെ ഓരോരുത്തർ ഭയങ്കര വിദഗ്ധന്മാരുണ്ട്. നീ ഇതും പറയുന്നതിനപ്പുറം പറയും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാലാര മത്തായുടെ വകയൊന്നുമല്ല ഇലക്ട്രിക് പോസ്റ്റ് അവനെ കൊണ്ട് ഓടിക്കാനായിട്ട്. അതെ, നിന്റെ തന്ത ഹവീൽദാരെ വകയൊന്നുമല്ല ഇലക്ട്രിക് പോസ്റ്റ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ മനഃപൂർവ്വം ചെയ്തത്. ഓ എടാ, ഞാൻ അകത്ത് പോകാൻ നിന്നെ പോലെ തുക്കട ലൈൻമാൻ അല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ വിചാരിച്ച ചെയ്ത പല കാര്യവും ചെയ്തില്ലെന്നാക്കാനേ അധികം സമയമൊന്നും വേണ്ട, വളരെ പുല്ലാണത്. പിന്നെ എനിക്കിട്ട് പണിയൊന്നുമില്ല. ഈ വീഡിയോ എടുത്തവൻ അവന് ഞാൻ 8ന്റെ പണി കൊടുത്തോളാം. എൻ്റെ പിള്ളേർ തയ്യാറായി നിൽപ്പുണ്ട്. അവൻ ഈ മുറ്റത്ത് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊണ്ട് വെക്കും. അതിനു മുമ്പ് നീ അകത്ത് പോകാൻ നോക്കിയോ? അകത്ത് പോകുമ്പോ ഞാൻ അളിയനെ വിളിച്ചോളാം, ജാമ്യത്തിൽ ഇറക്കാം കേട്ടോ. ഞാൻ വരില്ലല്ലോ. എന്തെങ്കിലും ഒരവസ്ഥ വെച്ച് പോയി. സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഓരോ നേതാക്കന്മാരും വിളിച്ച് മാറി മാറി തള്ളക്കി വിളിക്കണം. ജനങ്ങളെല്ലാം എന്നോട് കാണുമ്പോൾ ചോദിക്കണം എന്ത് വൃത്തി.